പഠിച്ചിട്ട് വരാൻ പറഞ്ഞ പഠിക്കത്തില്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വാച്ച് കളിക്കുന്നു. താൻ പുറത്തുനിന്ന് പഠിച്ചു കൊണ്ട് ക്ലാസ് കയറി മതി. കാലമാണ് ഇവനെ പൊക്കി വേറൊന്നല്ല. ക്ലാസ്സിൽ നിന്ന് ഗീതനോട് ചുമ്മാരി കൊച്ചു വർത്തമാനം പറഞ്ഞതിന് അങ്ങനെ എഴുന്നേപ്പിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതും പഠിക്കാതെ ബാത്റൂന്ന്. അത് ചോദിച്ചതിനാ ദുഷ്ടനോട് ഫയലിൽ നിന്ന് ഗെറ്റൗട്ട് അടിച്ച്. അല്ല, ഞങ്ങളെ പരിചയത്തില്ലല്ലോ. ഞാൻ കാവ്യ, മുഴുവൻ പേര് കാവ്യസിൽ. പേര് മാത്രമേ കാവ്യുള്ളൂ കേട്ടോ. ഞാനൊരു പക്ക തല്ലിപ്പൊളിയാ. അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത്രയ്ക്ക് കുഴപ്പക്കാരിയൊന്നും അല്ല ഞാൻ. കോളേജിൽ ആർക്കെങ്കിലും പ്രശ്നം വന്നാ ഞാൻ കയറിയാണ് ഇടപെടും. പ്രത്യേകിച്ച് പെണ്ണിലേക്ക്. ആദ്യം ആമ്പിളേരെന്നറിയും എന്റെ കയ്യിലെ ചൂടാങ്ങി തന്നെ. പക്ഷെ ഇതുവരെ ഞാൻ തയ്യ ആമ്പിളേരല്ല. ഇപ്പൊ എന്റെ കട്ട ഫ്രണ്ട്സാ. കോളേജിൽ വന്ന ഫസ്റ്റ് രാഗാമനോർക്ക് നല്ല 6 പൊട്ടിരങ്ങ് പൊട്ടിച്ച്. അതോടെ അവന്മാരുടെ കീഴിൽ കണ്ടമഴി ഓടിയെന്ന് മാത്രമല്ല, അവന്മാർക്ക് അങ്ങോട്ട് എന്റെ ഏത് ആവശ്യത്തിനും കൂട്ടുന്നതിന് എന്റെ ചങ്ക് കൂട്ടുകാരാ. ഇപ്പൊ എന്നെ പറ്റി ഏകദേശം ധാരണ കിട്ടാണല്ലോ അല്ലേ? പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് ഗെറ്റൗട്ട് അടിച്ചില്ലേ പയ്യൻ, അത് നമ്മുടെ ഈ സാറാ. പേര് മാധവൻ നമ്പ്യാർ. സാറ് ജസ്റ്റ് ലക്സറാണ്. കാണാനാളൊരു മൊഞ്ചം തന്നെയാ. നല്ല വെളുത്തുള്ള ആപ്പിളുള്ള നിറവും കട്ടി മീശയും കുറ്റി താടിയും മുഖത്ത് എപ്പോഴുള്ള കലിപ്പ് ഭാവും ആകെ ഒരു ആനച്ചന്തം. കോളേജിലെ സകലമാന പെണ്ണികളുടെ ആരാധനാപാത്രം. പക്ഷേ നമുക്കങ്ങനെയൊന്നും ഇല്ലാട്ടോ. നമ്മളെ എപ്പോ കണ്ടാലും ആ പയ്യനോട് ചകടയാ. താനോട് സ്വപ്നം കാണുവാണോ? ഇന്ന് പഠിച്ചു പറയുന്ന ക്ലാസ് കയറാൻ കേൾക്കണ്ട. അടുത്ത വീട് ഞാൻ തന്നെയാ. എന്റെ ഭഗവാനെ, ഈ കാലമാണ് എന്നെ കൊണ്ടേ പോകും. പഠിച്ചു പറഞ്ഞേക്കാം, അതെന്റെ ആരോഗ്യത്തിന് നല്ലത്. ഈ പയ്യനോട് ഉടക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ക്ലാസ് ഇൻചാർജ് പുള്ളിക്കാരനാണ്. ക്ലാസ്സിൽ ഞങ്ങളുടെ കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അധികാരം പ്രിൻസിപ്പൽ ഓരോ ക്ലാസ് ഇൻചാർജേഴ്സും നൽകിയിട്ടുണ്ട്. പിന്നെ ഒന്ന് നോക്കാൻ നല്ല കുട്ടിയെ ഞാൻ പഠിച്ചു പറഞ്ഞ് ക്ലാസ്സിൽ കയറി. ബ്രേക്ക് ടൈം ആയതും ഞങ്ങൾ 5 പേരും ക്യാൻറ്റീനിലേക്ക് ഓടി. എന്തിനാന്നല്ലേ? നല്ല ചൂട് പരിപ്പോടെയും ചായയും കഴിക്കാൻ. അല്ല, ഞങ്ങളുടെ ഗ്യാങ് ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ. ഗീതു, സോന, മനോജ്, വിഷ്ണു, പിന്നെ ഞാൻ. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. എന്റെ കൂടെ എന്റെ എല്ലാ തലവെളുത്തേക്കും കൂട്ടുന്നതിന് എന്റെ ചാൻസ്. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലെത്തി. ഞങ്ങൾ എത്തിട്ടോ. ഞാൻ അകത്തേക്ക് പോയി വിളിച്ചുപോയി. ആ, കുട്ടി പട്ടാളങ്ങൾ എത്തിയോ? കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ഉണ്ണിയേട്ടൻ ചോദിച്ചു. അതേലോ, വിഷ്ണു പറഞ്ഞു. ക്യാൻറ്റീനിൽ എല്ലാവർക്കും ഞങ്ങളുടെ വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് ഉണ്ണിയേട്ടൻ. ഞങ്ങളുടെ പ്രായത്തിലൊരു മോളുണ്ട് ഉണ്ണിയേട്ടൻ. ഞങ്ങളെ സ്വന്തം മക്കളായിട്ട് ഉണ്ണിയേട്ടൻ കാണുന്നത്. ഉണ്ണിയേട്ടൻ ഞങ്ങൾ ടേബിൾ വളരെ ട്രൈ വെച്ചു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് പതുക്കെ ആടിപ്പാടി ക്ലാസ്സിലേക്ക് വന്നപ്പോഴേ പഹയൻ ഞങ്ങൾ നോക്കി ദഹിപ്പിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾ കാര്യം പിടികിട്ടി. എന്താണെങ്കിലും 15 മിനിറ്റാണ് ലേറ്റ് ടൈം. ഞങ്ങൾ പോയിട്ട് അരമണിക്കൂറായി. സാറ് ക്ലാസ് തുടങ്ങിയിരുന്നു. എത്ര ടൈം ബ്രേക്കുള്ളത്? സാറ് ഗൗരവത്തോടെ ചോദിച്ചു. അത് സാർ, ഗീവി വിക്കി പറയാൻ തുടങ്ങി. എത്ര ടൈമാണെന്ന്? സാറിന്റെ ശബ്ദം ഒന്നുകൂടി കനത്തു. അത് സാർ 15 മിനിറ്റ്, വിഷ്ണു പെട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര ടൈമായി നിങ്ങൾ പോയിട്ട്? സാറ് ഇന്ന് ചോദിച്ചു. അത് സാർ അരമണിക്കൂർ, മനോജ് പറഞ്ഞു. ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? സാറുകളെ നിർത്തി പൊരിക്കുവാണ് പഴമ്പൊരി പോലെ. സർ, ഞങ്ങൾ ചായ കുടിക്കാൻ, സോന പറഞ്ഞു. മറ്റു കുട്ടികളൊക്കെ പോയിട്ട് വന്നല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ? അത് സർ, ഗീത തലവിരിച്ചു വാക്കുകൾക്ക് പകരി. അതെങ്ങനെയാ തലവിരിഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലേ കൂട്ട്? പിന്നെ ഇങ്ങനെ കായില്ല അഴുകുള്ളൂ. സാർ എന്നോ പറഞ്ഞു. ട്രോളാണല്ലോ. ഞാൻ പല്ലടിച്ചു. ഉള്ളവല്ലേ കടിച്ചു കുടിക്കണ്ട, നാളെ പരിപ്പ് കഴിക്കാനുള്ളതല്ലേ. സാർ എന്നോ പറഞ്ഞു. കേറി കേറി, ഇനി താവരുത് കേട്ടല്ലോ. ഇല്ല സർ, താങ്ക് യു. അതും പറഞ്ഞ എല്ലാവരും ക്ലാസ്സിലേക്ക് കയറി. പിന്നെ ഈ ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. ഇതിനിടയിൽ എന്നെ ട്രോളാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും മാധവ് സാർ കളയില്ല. തിരിച്ച് ഞാനും അങ്ങനെയാണ്. അല്ല പിന്നെ നമ്മളോടെ കളി. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് പുറടിച്ചപ്പോ ഞാൻ ക്ലാസ് കേട്ടത് ചുമ്മാ കോളേജ് ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. നമ്മുടെ ഗ്യാങ്ങൊന്നും ഇല്ലാട്ടോ. കലിപ്പന്റെ ക്ലാസ് എടുക്കുന്ന സാറിന്റെ വഴക്കും പണിഷ്മെന്റ് കിട്ടുമെന്ന് പറഞ്ഞു അവരെല്ലാം നല്ല കുട്ടികളായി ക്ലാസ്സിലിരുന്നു. നമുക്ക് പിന്നെ ആ പയ്യനത്ര അങ്ങോട്ട് പേടിയില്ലാത്ത ഞാൻ മുങ്ങി. അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത ക്ലാസ്സിലെ ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു. അല്ല, ഇന്ന് പട്ടാളങ്ങളൊന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റിയതാ? ശ്രീഹരി ചോദിച്ചപ്പോൾ ആൾക്കാരി ഇരുന്നു. ഓ, ആരുടെ ക്ലാസ്സിലാ? മാധവ് സാറിന് പേടിയാതെ അവരൊന്നും വന്നില്ല. അപ്പൊ തനിക്ക് സാറിന് പേടിയില്ലേ? ഞാനിന് പേടിക്കണം, ഞാൻ അവനെ മുഖത്തേക്ക് പറഞ്ഞു. ഓ, താനാൾ കൊള്ളാടോ, ചുമ്മാതാണോ തന്നോട് ഇഷ്ടം തോന്നുന്നത്? ശ്രീഹരി അവളോട് പറഞ്ഞു. ഇഷ്ടോ? ആർക്ക്? ആരോട്? ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് കാവ്യ തന്നോട് പലപ്പോഴും തുറന്നു ഞാൻ കരുതിയതാ. പക്ഷെ എപ്പോഴും തന്നോട് തന്നെ എന്റെ കൂട്ടുകാരുണ്ടാവില്ലേ, അതാ പറയാത്തത്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ തന്നെ കല്യാണം കഴിച്ചോട്ടെ. താൻ ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി.
പക്ഷേ എനിക്ക് തന്നെ കഴിയണം. പ്ലീസ് കാവ്യ. ഞാൻ നാളെ വരും. തന്നെ ഒരു പോസിറ്റീവായ മറുപടി കാത്തു. ആദ്യം പറഞ്ഞ് തിരിഞ്ഞെടുക്കാൻ ഞാൻ ശ്രീഹരിയെ കാവ്യ വിളിച്ചു. ശ്രീഹരി അവൻ തിരിഞ്ഞു നോക്കി. മറുപടി ഞാൻ ഇന്നലെ തന്നേക്കാം. എനിക്ക് ശ്രീഹരി അങ്ങനെ കാണാനില്ല. ഇയാളെന്ന നല്ല സുഹൃത്താണ്. അതിലപ്പുറം ആ മറ്റൊന്നിനൊന്നും പ്രതീക്ഷിക്കരുത്. ഇതെന്ന് പറയാൻ തിരിഞ്ഞടന്നു. ഇല്ല കാവ്യ, ഈ ശ്രീഹരി നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ നേടിയിരിക്കും. അത് ഏത് വഴിയിലൂടെയാണെങ്കിലും. അവൻ മനസ്സിൽ പറഞ്ഞു. അവന്റെ മുഖത്ത് ഗൂഢമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അല്ല, കാവ്യയോട് പോയി ആ കുട്ടി കോളേജിൽ നിന്നാണല്ലോ. മാധവ് സാർ മറ്റൊരുവരോട് ചോദിച്ചു. അത് സാർ അവള് ഈ വാക്കുകൾക്കായി പരതി. സാർ, കാവ്യ ക്ലാസ് എത്തി പുറത്തേക്ക് പോയി. ക്ലാസ്സിലെ മറ്റൊരു കുട്ടി പറഞ്ഞു. അവൾ ക്ലാസ് എത്തിയാൽ തുടങ്ങി. നാളെ ഞാൻ വന്നതിന് ശേഷം ക്ലാസ് കാവ്യയോട് പറയണം, കേട്ടല്ലോ? യെസ് സാർ, കുട്ടികൾ പറഞ്ഞു. നീ എന്ത് പണി കാണിച്ച്? നിന്നോട് ക്ലാസ് എത്തിയെന്ന് പറഞ്ഞില്ലേ? സാറ് കണ്ട നാളെ ക്ലാസ് എത്തിയെന്ന് സാറ് പറഞ്ഞു. സോന പറഞ്ഞു. ഓ പിന്നെ അയാളെ ഞാൻ ആദ്യം വെച്ചേക്കാം, എനിക്ക് വേറെ പണിയില്ലല്ലോ. ഞാൻ പുച്ഛത്തോടെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞെങ്കിലും ഞാൻ പിറ്റേന്ന് അങ്ങനെ വരുന്നതിന് മുന്നേ ക്ലാസ്സിൽ കയറി. സാറ് ക്ലാസ്സിൽ വന്ന് ആദ്യം നോക്കി അങ്ങനെയാണ്. ഉടനെ സാറിന്റെ കണ്ണുകൾ വലിഞ്ഞു മുറുക്കി. ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തില്ല. അങ്ങേരെ എന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ നോക്കി. ഞാൻ അങ്ങേരെ നോക്കാതെ കുനിഞ്ഞിരുന്നു. പെട്ടെന്ന് അങ്ങേരെ ഡെസ്കിലടിച്ചു. ഞാനൊന്ന് ഞെട്ടി. എന്താണ് കളികളെ പോലെ കുനിഞ്ഞിരിക്കുന്നത്? എഴുന്നേക്കടി. നിന്നോട് ഞാൻ പറഞ്ഞിട്ട് ക്ലാസ് കയറിയാൽ മതി പറഞ്ഞല്ലേ? പറഞ്ഞാണല്ലോ ഇവര്. എന്നിട്ട് അത് അനുസരിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെ നീ എനിക്ക് പുള്ളിവില പോലും തരാതെ ക്ലാസ് കയറി. അല്ലേടി, ഇറങ്ങി പുറത്ത്. ഇനി മേലാൽ നീ എന്റെ ഒരു ക്ലാസ്സിൽ കയറണ്ട, മനസ്സിലായോ പറഞ്ഞേ? ഇനി ഈ ഇയർ കഴിയുന്നവരെ നീ പുറത്തുനിന്നാ മതി. സാറിന്റെ ശബ്ദം ക്ലാസ്സിൽ മുഴുവൻ മുഴങ്ങി. ഇനി അവിടെ എന്നാൽ ചിലപ്പോൾ സാറിന്റെ കയ്യിലെ ചൂട് അറിയേണ്ടി വരുമെന്നാൽ ഞാൻ പതിയെ ബാഗ് എടുത്ത് ക്ലാസ്സിൽ നിന്നിറങ്ങി. അല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ വെറുതെ ഗ്രൗണ്ട് വഴി നടന്നപ്പോഴാണ് അടുത്ത കുരിശ്. ഇതിപ്പോ ഇവൻ എപ്പോഴും എന്റെ പുറകെയാണല്ലോ, മോശം. എന്റെ അടുത്തേക്ക് വരുന്ന ശ്രീഹരി ഞാൻ പല്ലടിച്ചു. ഹായ് കാവ്യ. ശ്രീഹരി എന്നെ നോക്കി കൈ കാണിച്ചു. ഹായ്. ഞാൻ താഴ്ത്തില്ല പറഞ്ഞു. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അവൻ മുഴുവനാക്കുന്നതിന് ഞാൻ ഇടയ്ക്കൽ പറഞ്ഞു. ഞാൻ ഇന്നലെ തന്നെ ശ്രീഹരിയോട് പറഞ്ഞില്ലേ അതിന്റെ മറുപടി? അത് ഇന്നലെയല്ലേ? ഇന്ന് തന്നെ മനസ്സിലാറിയാലോ. അതാ ഞാൻ. ശ്രീഹരി പ്ലീസ്, താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. ഞാൻ കോളേജിൽ നിന്ന് പഠിക്കാൻ മാത്രം, അല്ല മറ്റൊന്നും മനസ്സിലില്ല. പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ അവനെ എന്റെ കൈകളിലൂടെ പറഞ്ഞു. താൻ പഠിച്ചോടാ, പക്ഷെ അതിൽ എന്നെ സ്നേഹിച്ചാൽ മതി. തനിക്ക് കാര്യം മനസ്സിലായില്ലേ? ശല്യം ഇത്. അവിടുന്ന് പോകാൻ തുടങ്ങി എന്നെ അവൻ കയ്യിൽ പിടിച്ച് നിർത്തി. ഈ സമയത്തിനുള്ളിൽ ക്ലാസ്സിൽ എല്ലാവരും ഗ്രൗണ്ടിലെത്തിയിരുന്നു. ഞാൻ അവനെ അടിക്കാനായി മറ്റേ കൈ ഉയർത്തിയതും അവൻ ആ കൈയും ബ്ലോക്ക് ചെയ്തു. നീ ഒരു പെണ്ണ, വെറും പെണ്ണ്. ഒരാണിന്റെ കൈക്കുള്ളിലെ ഇതുപോലെ ഒതുങ്ങുന്ന പെണ്ണ്, മനസ്സിലായി നിനക്ക്? പറയുന്നതിനോടൊപ്പം അവനെ രണ്ടുകളും കീഴിലാക്കി ബ്ലോക്ക് ചെയ്തിരുന്നു. എനിക്ക് നന്നായി വേദനിച്ചു. അപ്പോഴേ ഞങ്ങൾ ഗ്യാങ് അടുത്തെത്തി. വിഷ്ണുമാനോജ് ദേഷ്യത്തോടെ എന്റെ അടുത്തേക്ക് വന്നു. വേണ്ട, നിങ്ങൾ ആരെങ്കിലും എന്റെ അടുത്തേക്ക് വന്നാ ഞാനിവളെ കിസ് ചെയ്യും പബ്ലിക്കായി. അത് വേണോ? അവൻ അവനെ നോക്കി ആക്രോശിച്ചു. അവരൊരു നിമിഷം നിന്നത്തിന് നിന്നുപോയി. അല്ലേടി, നിനക്കെന്നെ വേണമെന്നല്ലേ നീ പറഞ്ഞേ? അപ്പൊ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ കിസ് ചെയ്താലോ? അവനെ ഭക്ഷണം ചെയ്യോടെ എന്നെ നോക്കി. അവൻ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ്. എനിക്ക് കൈ നന്നായി വേദനിച്ചു. എന്റെ കണ്ണിൽ നിന്നും കണ്ണീർ അനുസരണയില്ലാതെ ഒഴുകി. അവന്റെ കൈ എന്റെ കയ്യിൽ ഒന്നുകൂടെ മുറുകി. അവനിലേക്ക് മുഖം അടിപ്പിച്ചു. അവനെ നിശ്വാസം എന്റെ മുഖത്തേക്ക് അടിച്ചതും ഞാൻ ദേഷ്യത്തോടെ മുഖം വെട്ടിത്തിരിച്ചു. കൂടുതൽ തിളക്കാതെ നീയുടെ സ്റ്റാറേ, ഇപ്പൊ ഞാൻ നിന്നെ കിസ് ചെയ്ത നീ ഇവിടെ വെറും സീറോയായി മാറും. അത് നീ മറക്കണ്ട. അവന്റെ മുഖമിലേക്ക് കൂടുതലെടുത്തു. ഞാൻ കണ്ണുകൾ ഇരികടച്ചു. നിമിഷങ്ങൾക്ക് എന്നെയുള്ള ഒരു പിടിയായി ഞാൻ അറിഞ്ഞു. ഒപ്പം അവന്റെ ശബ്ദം കുറച്ചേക്ക് കേൾക്കുന്നു. ഞാൻ കണ്ണു തുറന്നു നോക്കി. എനിക്ക് എന്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. എന്റെ അടുത്ത് സകലം ചുറ്റി ഞാൻ പാതി ദേഷ്യത്തോടെ നിൽക്കുന്ന മാധവ് സർ. അവിടെ നടന്നു ഒറ്റ നിമിഷം ഞാൻ ഊഹിച്ചു. സാറ് ശ്രീഹരിക്ക് അടുത്തേക്ക് നടന്നു. അവനെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചു. അവനെ സാറ് പൊതിരെ തല്ലി. ഒടുവിൽ അവനെ ചവിട്ടാൻ പോയപ്പോൾ എല്ലാവരും കൂടി സാറിനെ പിടിച്ചു മാറ്റി. സാറ് മതി, എനിക്ക് ഞാൻ ചത്തുപോകും മനസ്സാറ് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീഹരിയുടെ കൂട്ടുകാർ വന്നു. സാറ്, ഞങ്ങൾ സ്റ്റുഡൻസ് തമ്മിലുള്ള പ്രോബ്ലം ഞങ്ങൾ തീർക്കേണ്ടത്. ആദ്യം നിങ്ങൾ അധ്യാപകരുടെ മുമ്പിലെത്തിയാൽ മാത്രമേ നിങ്ങൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താവുന്ന ഇവിടുത്തെ റൂള്. സാറ് തെറ്റിച്ചു. അതിനുള്ള മറുപടി സാറ് പറയണം. സാറെന്താ സാറ് ഒന്നും ഇണ്ടാത്തെ? മറ്റൊരാൾ സാറിനടുത്തേക്ക് നീങ്ങും പറഞ്ഞു. വേണ്ട, നിങ്ങൾ പ്രോബ്ലം ഉണ്ടാക്കണ്ട, എല്ലാവരും പോയി സുധീർ സാർ പറഞ്ഞു.
അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ സാറേ? നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? വീണീർന്ന ശ്രീഹരി എഴുന്നേറ്റ് പറഞ്ഞു. ഞാൻ സാറിനെ നോക്കി. സാറിന്റെ മുഖമാകെ വലിഞ്ഞു മുറുകി, കണ്ണൊക്കെ ചുവന്നു. എനിക്കാകെ പേടി തോന്നി. സാറേ, സാർ ഇവിടെ പഠിക്കുന്ന അധ്യാപകനാ. ഇത് ഞാനും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ തീർത്തോളാം. സാറ് പോയി. അതും പറഞ്ഞ അവൻ എന്റെ നേരെ തിരിഞ്ഞു. നീ കാരണം എന്റെ ശരീരം വേദനിച്ചു. അപ്പൊ അതിനെ നിന്ന് കിസ് ചെയ്തെങ്കിലും പകരം കിട്ടണ്ടേ? അവന്റെ അടുത്തേക്ക് വന്നു. സാറ്, നമ്മളിത് ഇടപെടണ്ട. ഇപ്പൊ തന്നെ സാർ ഇടപെട്ടോണ്ട ഇത് ഇത്രയും വലുതായി. സുധീർ സാർ പറഞ്ഞു. മാധവ് സാർ സുധീർ സാറിന് തുറച്ചു നോക്കി. ശ്രീഹരി വശ്യമായ ചിരിയോടെ എന്റെ അടുത്തേക്ക് വന്നു. അവനടുത്തേക്ക് വരുന്തോറും എന്റെ ഹൃദയം പേടിയോടെ വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൻ സാറിനെ നോക്കി. അവന്റെ നേരെ നീട്ടിനെ തൊടാൻ വന്നു. സാർ അവനെ നെഞ്ചിൽ കൈവശാണ് തള്ളി. അവൻ പിന്നിലേക്ക് വീശുന്നു. എന്റെ ഭാര്യയുടെ ദൈവത്വം കൈവെക്കണമെന്ന് മിണ്ടാൻ നിൽക്കാം. ഞാനൊരു ഉണ്ടാക്കണ ചേച്ചേ. സാറ് ദേഷ്യത്തോട് വിറക്കുകയാണ്. ഒരു നിമിഷം കേട്ട് വിശ്വസിക്കാനാവാതെ അവിടെ കൂടി എല്ലാവരും ഞെട്ടി. സാറേ, സാറെന്താ പറഞ്ഞു? സുധീർ സാറ് മാധവ് സാറിന് അത്ഭുതത്തോടെ നോക്കി. അതെ സാർ, ഇവിടെ എന്റെ ഭാര്യ. സത്യാണോ സാറിന്റെ? ഗീത എന്നെ പിടിച്ച് ചോദിച്ചു. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ട്. സാറ് എന്റെ അടുത്തേക്ക് വന്നു. എന്നെ നോക്കി സാറിന്റെ ഡ്രസ്സിനുള്ളിൽ നിന്ന് കാലി പുറത്തേക്ക് എടുത്തിട്ടു. സാറിന്റെ നെറ്റിയിൽ നിന്നും മുതിയൊതുക്കി. അപ്പോഴാണ് എന്റെ നെല്ലിൽ ചെറുതായി പറഞ്ഞ സിന്ദൂരം എല്ലാവരും കണ്ടത്. എന്റെ കഴുത്തിലെ താലി നെറ്റിയിൽ നിന്ന് സിന്ദൂരം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. എന്നെയും സാറിനെയും മാറി മാറി നോക്കി. എപ്പോ സംഭവിച്ചു? നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഓ, അപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾക്ക് അത്രയുള്ളല്ലേ? ക്ലാസ്സിൽ വന്ന ശേഷം ഇത് പരിഭവത്തോടെ എന്നോട് പറഞ്ഞു. അതെ, നീ എന്നാൽ ഞങ്ങൾക്ക് വാക്കുപോലും പറഞ്ഞില്ലോടി. സോന പറഞ്ഞു. പ്ലീസ്, അങ്ങനെ പറയാൻ മാത്രമുള്ള ബന്ധം ഞങ്ങളുടെ തമ്മിലില്ല. എന്റെ വീട്ടിലെ പ്രോബ്ലംസ് ഞാൻ പറഞ്ഞിട്ടില്ലേ? പക്ഷെ അതിൽ കുറച്ച് മാത്രമേ നിങ്ങൾക്കറിയൂ. ചെറിയമ്മയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം ഞാൻ പ്രതികരിച്ചു. അന്നെ അവരെ ഞാൻ ചട്ടിയും പഠിപ്പിച്ച് എന്റെ മുറിയിൽ പൊള്ളിച്ചു. വേദന സഹിക്കാൻ വയ്യാതെ അലറിക്കാൻ എന്റെ കരച്ചിൽ കേട്ട് അയൽക്കാർക്ക് ഓടി വന്നു. അന്ന് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ സാറുണ്ടായിരുന്നു. ആ വീട്ടിലെ ചേച്ചിയുടെ ബന്ധുവായിരുന്ന സാറ് അവിടെ 2 ദിവസം നിൽക്കാറായിരുന്നു. അന്ന് എന്റെ കരച്ചിലേട്ട് സാറ് പ്രതികരിച്ചു. അന്ന് എന്നെയും സാറിനെയും ചേർത്ത് ചെറിയ മേലാക്കഥ ഉണ്ടാക്കി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. വേറെ വഴിയില്ല സാറ് നിൽക്കാൻ വീട്ടിലെ ചേച്ചി എന്നെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് മരുന്നൊക്കെ പൊരുത്തി തന്നു. പിറ്റേന്ന് ഒരു ചെറിയമ്മ പറഞ്ഞ ചില നാട്ടുകാരും എന്നെയും സാറിനെയും ചേർത്ത് അപവാദം പറയാൻ തുടങ്ങി. അങ്ങനെ ചേച്ചിയുടെ നിർബന്ധം വഴങ്ങി സാറിന്റെ കഴുത്തിൽ താടിയൊക്കെയായിരുന്നു. പക്ഷെ മനസ്സുകൊണ്ടിരിക്കും സാറിന്റെ ഭാര്യയെ കാണാൻ കഴിയുമെന്ന് സാറ് പറഞ്ഞു. സാറിന് ഒരിക്കലും ഭാരാവാതിരിക്കാൻ എന്റെ ഫ്രണ്ടിന്റെ പാരന്റ്സിന്റെ സഹായത്തോടെ ഒരു ജോലിക്ക് ശ്രമിച്ചാൽ ഞാൻ. പക്ഷെ എനിക്ക് +2 നല്ല മാർക്കുണ്ടായിരുന്ന ഫ്രണ്ടിന്റെ പാരന്റ്സ് എന്നോട് അഡ്മിഷൻ എടുത്തു. ആരുടെ ദയവുണ്ടാ ഞാനിപ്പോ പഠിക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ സാറിവിടെ പഠിക്കുന്നതെന്ന് അറിഞ്ഞു. പറഞ്ഞിട്ട് ഞാൻ പഠിത്തം നിർത്താൻ നോക്കിയതാ. പക്ഷേ എന്നെ പഠിക്കാൻ സഹായിക്കുന്നവരോട് എന്ത് പറയുന്ന തോന്നിട്ടുണ്ടാ ഞാനിപ്പോഴും കോളേജിൽ വരുന്നത്. എന്നെ രക്ഷിച്ച സാറിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതാ ഞാൻ അത്രയും പറഞ്ഞപ്പോഴേ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. സോറി മോളെ, ഇത്രയും ചിരിച്ചു കളിച്ച് നടക്കുന്നതിന്റെ ഉള്ളിൽ ഇത്രയും വലിയ സങ്കടം ഉണ്ടാകുന്ന ഞങ്ങൾ അറിഞ്ഞില്ലോടാ. സോന എന്നെ കെട്ടിപ്പിടിച്ചു. അവിടെ കണ്ണു നിറഞ്ഞു. സോറി മോളെ, നീ ഞങ്ങളുടെ മുത്തല്ലേ. വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചു. ഗീതമാനും എന്നെ കെട്ടിപ്പിടിച്ചു. എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. മാധവ് സാർ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും സാറിന് പുഞ്ചിരി നൽകി. എനിക്കെന്തോ സാറിന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. പക്ഷേ പലപ്പോഴും സാറിന് നോട്ട് എന്നിലേക്കായിരുന്നെന്ന് ഗീതയിലൂടെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഒരു ദിവസം ഗീത പനിയാകാൻ ലീവായിരുന്നു. മനോജും വിഷ്ണുവിന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയി. ഞാനും സോനിയും വെറുതെ ഗ്രൗണ്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ശ്രീഹരി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. അവന്റെ മുഖത്തെ ഭാവം ഞങ്ങളൊന്ന് ഞെട്ടി. എങ്കിലും പേടി പുറത്തു ഞാൻ അവനെ രൂക്ഷമായി നോക്കി. എന്താടാ? സോന ചോദിച്ചു. എനിക്ക് നിന്നോടല്ല, ഇവളോട് സംസാരിക്കുന്നത്. നീ പോ സോന. അവൻ എന്നോട് പറഞ്ഞു. ശ്രീഹരി, നിനക്ക് കിട്ടിയെന്ന് പോരല്ലേ? സോന ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു. നീ എന്താണ് നിന്റെ മറ്റവനെന്ന പങ്കിട്ടാ ഞങ്ങളുടെ അടുത്ത് മാറുന്നു. എന്താ നിനക്ക് തെറ്റി? നിന്നെ അയാൾ കെട്ടിയെന്നറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടിയത് നേരാ. പക്ഷേ നിന്റെ ആളുടെ പെരുമാറ്റത്തിൽ എനിക്ക് മനസ്സിലായി. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താടിയുടെ ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂന്ന്. അയാളെ നീ ഒന്ന് ഉമ്മോചിച്ചിട്ട് പോലും ഇല്ലെന്ന്. അപ്പൊ ഞാനൊന്ന് തീരുമാനിച്ചു, ആ ക്രെഡിറ്റ് ഞാൻ എടുക്കാം. അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ പിന്നിലേക്ക് മാറി. അവനെന്റെ കൈ പിടിക്കാനാഞ്ഞതും പെട്ടെന്ന് ഒരു കൈ എന്നെ പിന്നിലേക്ക് വലിച്ചു. ഞാൻ ആരുടെയോ പുറത്തേക്ക് നിന്നു. ഞാൻ മുഖമുയർത്തി നോക്കി. ചുവന്ന കണ്ണുമായി അവനെ ചുട്ടിരിക്കാൻ ഭാഗത്ത് നിൽക്കുന്ന സാറിനെയാണ് ഞാൻ കണ്ടത്. നിനക്ക് എന്റെ പെണ്ണിന് ഉമ്മ വെക്കണം, അയാളെ ചേച്ചേ. പറയുമ്പോൾ സാറിന്റെ വലതുകാലി ഉയർന്നതാണ്. അവൻ നിലത്തേക്ക് നീങ്ങി. എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം.
അനാവശ്യമായിട്ട് ആരെയും പെണ്ണിനെ നോക്കിയത് പോലും ഞാൻ അറിഞ്ഞ. ഇങ്ങനെയായിരിക്കും ഞാൻ പ്രതികരിക്കുന്നത്. പറഞ്ഞേക്കാം. ക്ലാസ് പോടി. ഞങ്ങൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോയി. എല്ലാവരും ഒന്ന് പോയി. വൈകുന്നേരം ക്ലാസ്സിൽ ഞാനും സോണിയും മിസ് നടക്കുകയായിരുന്നു. അവളുടെ ഹോസ്റ്റലിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്ന വീട്. ഒരു വീട്ടിലെ പേയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ഞാനും സോണിയും സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ബുള്ളറ്റ് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നു. ഞങ്ങൾ ഞെട്ടിയ ആളെ നോക്കി. അത് മാധവ് സാറായിരുന്നു. സാർ എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നിനാ നിന്നു. നിനക്കെന്താ ചെവികൾക്കില്ലേ? നിന്നോട് കയറാനോ പറഞ്ഞേ? സാറേക്കും ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ സോണിയെ നോക്കി. അവൾ എന്നോട് കയറാൻ ആംഗ്യം കാണിച്ചു. ഞാൻ മടിച്ച് സാറിന്റെ പിന്നിൽ കയറി. നീ എവിടെ താമസിക്കുന്നത്? അത് കുറച്ചപ്പുറത്തുള്ള വീട്ടിലാണ്. ഇവിടെ താമസിക്കുന്നേ. ഞാൻ വീട് ചൂണ്ടി പറഞ്ഞു. സാർ വീടിന് വണ്ടി നിർത്തി. നിനക്ക് എടുക്കാളൊക്കെ എടുത്തോണ്ട് വാ. സാർ അത് ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. സാറ് ഗൗരവ പറഞ്ഞു. ഞാൻ അകത്തേക്ക് പോയി. അവിടുത്തെ ചേച്ചി പറഞ്ഞ ബാഗുമായി വന്നു. സാറിന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി വണ്ടി വെച്ചു. കയറ്. ഞാൻ കയറി. ഞങ്ങൾ ഇങ്ങോട്ട് ബുള്ളറ്റ് മുന്നോട്ട് കുതിച്ചു. വണ്ടി ചെന്ന് നിന്ന് വലിയൊരു വീടിനുള്ളിലായിരുന്നു. ഞാൻ ഇറങ്ങി. ഒപ്പം എന്റെ ബാഗുമായി സാറ്. കയറി വാ. അതും സാർ അകത്തേക്ക് വാതിൽ തുറന്നു. നീ എന്താ സ്വപ്നം കാണുവാണോ? കയറുന്നില്ലേ? സാർ എന്നോട് ചോദിച്ചു. ഞാൻ മലയാളിച്ച് അകത്തേക്ക് കയറി. ഇവിടെ വേറെ ആരുമില്ല. ഏതെങ്കിലും റൂമിൽ കയറി ഫ്രഷാവും. സാറ് പറഞ്ഞു. മുന്നിൽ കണ്ട റൂമിൽ ഞാൻ കയറി. റൂമെല്ലാം ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഞാൻ ബാത്റൂമിൽ കയറി ഫ്രഷായി. റൂമിന് പുറത്തിറങ്ങിയപ്പോൾ സാറ് ചായ എനിക്ക് നേരെ നീട്ടി. ഇത് കുടിക്കും, ഞാൻ ഫ്രഷായിട്ട് കഴിക്കാനുണ്ടാക്കാം. സാറ് മറ്റു റൂമിലേക്ക് പോയി. ഞാൻ അവിടെ ഭാഗം നോക്കി. എല്ലാം വളരെ മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളുള്ള വീട്. സാറ് വന്നപ്പോൾ ഞാൻ കഴിക്കാനുണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സാറ് സമ്മതിച്ചില്ല. ഇന്ന് സാറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. സാറ് ടിവിക്കുള്ളിലിരുന്നു. ഞാൻ പഠിക്കാനുള്ള റൂമിലേക്ക് പോയി. രാത്രി ഭക്ഷണം കഴിക്കാൻ സാറ് ഒന്ന് വിളിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം വെള്ളം ജഗ്ഗിലെടുത്തോളാൻ പറഞ്ഞിട്ട് സാറ് റൂമിലേക്ക് പോയി. ഞാൻ വെള്ളം എടുത്ത് റൂമിലേക്ക് പോവാൻ തിരിഞ്ഞു. സാറിനെ വിളിച്ചു. രണ്ട് റൂമിൽ കിടക്കാൻ നീ എന്റെ ഗസ്റ്റ് അല്ല, എന്റെ ഭാര്യ. എവിടെ വാടി? മടിച്ചെന്ന് നോക്കി സാറ് വീണ്ടും പറഞ്ഞു. ഞാൻ സാറിന്റെ റൂമിലേക്ക് പോയി. ഞാൻ കയറിയ സാറ് ഡോറടച്ചു. എന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി ടേബിൾ വെച്ചു. സാറിന്റെ കൈ പിടിച്ച് സാറിനെ ഇരുത്തി. എന്താണോ തനിങ്ങനെ പേടിയാണോ? സാറിന്റെ മുഖത്തേക്ക് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. കാവ്യ, ഞാൻ തന്നോട് ചോദിക്കുന്നത്. സാറിന്റെ ശബ്ദം അയ്യേ ഇത്രയുള്ളതാ. കോളേജിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ. അപ്പൊ പുലിക്കുട്ടിയല്ലേ, ഇപ്പൊ പൂച്ചക്കുട്ടിയോ? സാറിന്റെ മുഖം കൈകളിലേക്ക് എന്റെ കണ്ണിലേക്ക് ചോദിച്ചു. എന്താ ഇത്? ഒത്തിരി കറങ്ങല്ലേ? ഇനി വേണ്ട, താൻ ഒറ്റയ്ക്കല്ല. ഇനി ഞാനുണ്ടാവും. തനിക്ക് കൂട്ടായി. എന്തിനും പോരെ? സാറിന്റെ കണ്ണുറച്ചുകൊണ്ട് പറഞ്ഞു. മതി വേണേ കരഞ്ഞു. നീ എന്താ കരുതി എനിക്കോട് ഇഷ്ടമല്ലെന്നോ? എനിക്ക് ജീവനാണ് തന്നെ. അതും പറഞ്ഞ് സാറിന്റെ നിറകിൽ ചുംബിച്ചു. പിന്നെ എന്റെ മുഴുവൻ സാറ് സുന്ദരങ്ങളാൽ മൂടി. എന്നെ സാറിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എപ്പോഴും ഞങ്ങളങ്ങനെ ഉറങ്ങി. പിറ്റേന്ന് സാറ് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞാൻ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയിരുന്നു. സാറ് പിന്നീട് വന്ന് കിച്ചണിൽ എന്റെ പുറകിലൂടെ കൈയിട്ട് എന്റെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. ഞാനൊന്ന് ഞെട്ടിപ്പോയി. എന്താണോ ഭാര്യ, തന്നെ ഞെട്ടിലൂടെ മാറിയില്ലേ? സാറ് കുസൃതിയോടെ എന്റെ പിൻകളിൽ ചുണ്ടമർത്തി. ചായ കുടിച്ചേ. ഞാൻ സാറിന് നേരെ ചായ നീട്ടി. ചായയൊക്കെ പിന്നെ കുടിക്കാം. ഞാൻ ആദ്യം പെട്ടെന്ന് ശരിക്കൊന്ന് കാണട്ടെ. അപ്പൊ സാറിനെ കണ്ടിട്ടില്ലേ? ഇല്ലല്ലോ, ഞാൻ ശരിക്കും പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ. സാറിന് മീശ വിളിച്ചോണ്ട് പറഞ്ഞു. സാറിന് പോയി കോളേജിൽ ജോലി എടുക്കണം. ഞാൻ സാറിനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അതിന് കോളേജിൽ പോകുന്നു? സാറ് ചോദിച്ചു. പോയില്ലേ? ഞാൻ സാറിന്റെ മുഖത്തേക്ക് നോക്കി. ഇല്ലല്ലോ, ഇന്നിങ്ങനെ പെണ്ണിനെ ശരിക്കും ഒന്ന് കാണണം. സാർ വേണ്ടവെന്ന് നീ സാറിന് വേണ്ട. നീ അങ്ങനെ വിളിക്കുമ്പോ നമുക്കിടയിൽ ഒത്തിരി ഡിസ്റ്റൻസ് പോലെ. നീ എന്നെ ഏതാണെന്ന് വിളിച്ചാൽ മതി. നമുക്കിടയിൽ ഒരു ശ്വാസത്തിന് ഡിസ്റ്റൻസ് പോലും വേണ്ട. സാറിനെ വലിച്ച് നെഞ്ചിലേക്ക് എന്റെ മുഖം കയ്യിലെടുത്തു. എന്നെ നെറ്റിയിൽ ഉപയോഗിച്ചു. പിന്നെ എന്റെ മുഖിൽ സാറിന്റെ മൂക്കുരസി. എന്റെ അധരങ്ങളിൽ സാർ അമർത്തി ചുംബിച്ചു. ചുവന്നൊടുത്ത അധരങ്ങൾ സാർ വായിക്കലാക്കി. എന്റെ കീഴിൽ ചുമയും സാർ അവളോളം നിന്നു. ദീർഘമായ ചുമരും എന്റെ അധരങ്ങൾ നിന്നോടൊപ്പം സാറിന്റെ കൈകൾ അനുസരിക്കാതെ എന്റെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു. എന്റെ ടോപ്പിനിടയിലൂടെ സാറിന്റെ കൈകളുടെ വയറിനെ തള്ളി. എനിക്ക് ദേഹമാകെ തളരുന്ന പോലെ തോന്നി.
ഞാൻ സാറിന്റെ പുറത്ത് കൈകളമർത്തി സാറിന്റെ പൊക്കിയെടുത്ത് റൂമിലേക്ക് നടന്നു. എന്നെ ബെഡിൽ കിടത്തി സാറിന്റെ അടുത്ത് കിടന്നു. സാറിന്റെ കണ്ണിലേക്ക് നോക്കി. ആ നോട്ടം കാരണമാവാതെ ഞാൻ സാറിന്റെ നെഞ്ചിൽ മുഖം അമർത്തി. സാറിന്റെ മുഖം പിടിച്ചുയർത്തി. ഈ കാന്താരിയെ ഞാൻ സ്വന്തമായിക്കോട്ടെ. സാറിന്റെ കാലോരമെല്ലാം ചോദിച്ചു. സമ്മതമാണെന്ന് ഞാൻ സാറിനെ നോക്കി പുഞ്ചിരിച്ചു. സാറിന്റെ ഓരോ അണുവിനെയും ചുമനങ്ങളാലും സ്പർശനത്താലും അമർത്തി. നഗ്നമായ എന്റെ ശരീരത്തിൽ സാർ അമർന്നു. നെറ്റി മുതൽ ശിരസ് വരെ സാറിന്റെ അധരങ്ങൾ ഓടി നടന്നു. ഒടുവിൽ ഒരു ചെറുനോവ് എനിക്ക് സമ്മാനിച്ച് സാറിന്റെ ശരീരം സ്വന്തമാക്കി. അങ്ങനെ ഞങ്ങളുടേതായ കൊച്ചു സ്വർഗത്തിൽ ഞാനും എന്റെ സാറ് മാത്രമുള്ള മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങൾ ആവോളം ആസ്വദിച്ചു.